ഇനി നമ്മൾ നേരെ പോകുന്നത് കുട്ടനാട്ടിലേക്കാണ്. നിലവിൽ അത് UDF-ന്റെ സീറ്റ്, UDF-ൽ ജോസഫ് അല്ലെ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സീറ്റാണ്. പക്ഷെ അതിലൊരു കണ്ണ് കോൺഗ്രസ് അത് തിരിച്ച് കോൺഗ്രസ് പിടിക്കണം എന്ന ഒരു താല്പര്യം അവിടെ കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ചിരപരിചിത മുഖമായ അനിൽ ബോസിന് ആ സീറ്റിൽ കാര്യമായ കണ്ണുണ്ട്. അപ്പൊ അത് മുന്നോട്ട് വെച്ച ഒരു സീറ്റ് കണ്ടുകൊണ്ടുള്ള നീക്കങ്ങൾ കോൺഗ്രസിനകത്ത് സജീവമായി നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ ജോസഫ് വിഭാഗം എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതും പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ എന്തായാലും അനിൽ ബോസ് പറയുന്നത് ആ സീറ്റ് കോൺഗ്രസ് തന്നെ തിരിച്ചെടുക്കണം. അവിടെ ആര് മത്സരിക്കണമെന്ന കാര്യത്തിലൊക്കെ KPCCയും കോൺഗ്രസ് നേതൃത്വവും പിന്നീട് തീരുമാനമെടുത്തോട്ടെ, പക്ഷേ ആ സീറ്റ് തിരികെ പിടിക്കണം എന്നതാണ് കോൺഗ്രസിന്റെ നിലപാടെന്ന് അനിൽ ബോസ് പറയുന്നു. ആ പ്രതികരണത്തിലേക്ക്. കുട്ടനാട്ടിലെ പാർട്ടി നേതൃത്വം ഒറ്റക്കെട്ടായി എടുത്തിരിക്കുന്ന തീരുമാനം കോൺഗ്രസ് ഈ സീറ്റ് ഏറ്റെടുക്കണം എന്നാണ്. അനിൽ ബോസ് മത്സരിക്കണമെന്നല്ല, കോൺഗ്രസ് ഈ സീറ്റ് ഏറ്റെടുക്കണം. പിന്നെ അതിലാര് എന്ന ചോദ്യം അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അതിന് പല പേരുകളിൽ പരിഗണിക്കപ്പെടും. സ്വാഭാവികമായും 10-40 വർഷം പൊതുരംഗത്ത് നിൽക്കുന്ന നമുക്കും അവസരങ്ങൾ വരാതിരിക്കാം. അതൊക്കെ രാഷ്ട്രീയം. ആരും നിങ്ങളെപ്പോഴും ഡെയിലി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? കേരളത്തിൽ കോൺഗ്രസ് വന്നാൽ ഏത് മുഖ്യമന്ത്രി ഉണ്ടോ? എന്തിനാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? എന്നാൽ പിന്നെ ഒരു മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞാൽ പോലെ. അപ്പോൾ ഒന്നിലധികം ആളുകൾ യോഗ്യരുണ്ടെന്നേ ഒരു പാർട്ടിയിൽ. അപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടും.